ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും തണ്ണിമത്തൻ ഒത്തിരി ഇഷ്ടമാണല്ലേ. വേനൽക്കാലം ആവുമ്പോൾ വളരെയധികം സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. സാധാരണ നമ്മൾ തണ്ണിമത്തൻ കഴിച്ചിട്ട് അതിന്റെ തോട് കളയുകയാണ് പതിവ്. എന്നാൽ ആ തണ്ണിമത്തന്റെ തോട് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറും തോരനൊക്കെ ഉണ്ടാക്കാം എന്നറിയാവുന്നത് വളരെ കുറച്ച് ആളുകൾക്കാണ്. അത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ പിന്നീട് ഒരിക്കലും അതിന്റെ തോട് കളയത്തുമില്ല. കാരണം അത്രയധികം ടേസ്റ്റിയാണ് തണ്ണിമത്തൻ കൊണ്ട് ഉണ്ടാക്കുന്ന തോരനും അച്ചാറൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തണ്ണിമത്തന്റെ തോട് കൊണ്ട് തോരൻ ഉണ്ടാക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. അതിനേക്കാളും വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പം നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങിയാലോ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തണ്ണിമത്തന്റെ പുറംതൊലി ചെത്തിക്കളയുകയാണ്. ഒത്തിരി കട്ടിയിൽ ചെത്തിക്കളയണ്ട, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പപ്പായയൊക്കെ മുറിച്ചെടുക്കത്തില്ലേ, കപ്പളങ്ങയൊക്കെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കും പോലെ ആ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. പാൻ ചൂടായി കഴിയുമ്പോൾ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് പൊട്ടിക്കുക. ഉഴുന്ന് തോരനൊക്കെ വെക്കുമ്പോൾ ഉഴുന്ന് പൊട്ടിച്ച് ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പില ഇടുക. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അരമുറി സവോളയും 1 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. അടച്ചു വെക്കരുത്. അടച്ചു വെച്ചാൽ തണ്ണിമത്തനിലെ വെള്ളമുള്ളത് കൊണ്ട് നമ്മുടെ തോരൻ ഒത്തിരി വെള്ളമായി പോകും. അപ്പോൾ തുറന്ന് വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒത്തിരി നേരം ഇട്ട് വേവിക്കാൻ പാടില്ല. ഒത്തിരി വെന്ത് പോയാൽ ഒത്തിരി ടേസ്റ്റ് കുറവായിരിക്കും. ഇത് ചെറുതായിട്ടൊന്ന് കടിച്ച് തിന്നുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ നമ്മൾ അരിയുമ്പോൾ തീരെ പൊടിയായിട്ട് അരിഞ്ഞാൽ വേവിച്ച് വരുമ്പോഴത്തേക്ക് അത് കഴിക്കുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം ചെറുതായിട്ട് അരിയുന്നതിലും നല്ലത് ഇതേപോലെ അരിഞ്ഞെടുക്കുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റിന് ശേഷം വാങ്ങി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.